Are you excited, Padma? Yeah, I'm so excited. നാളെ പത്മയുടെ ഭരതനാട്യം അരങ്ങേറ്റമാണ്. രാത്രി ഇപ്പൊ 11:30 സമയം. പത്മ റിഹേഴ്സൽസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയതേ ഉള്ളൂ. ലോക്കി ഫുള്ള് നിന്നെ കഴിഞ്ഞ എക്സൈറ്റ്മെന്റിലാണ് ലോക്കി. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ജീവിതത്തിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദിവസത്തിന്റെ തുടക്കമാണിത്. ഗുഡ് മോർണിംഗ്, നമസ്കാരം ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ലൈഫ് അൺഎഡിറ്റഡ്. ഇത് എൻ്റെ ലൈഫിലെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ്. സോ ഐ തോട്ട് ഐ വിൽ ഷെയർ ഇറ്റ് വിത്ത് യു ഓൾ. ഇന്ന് നമ്മുടെ പത്മയുടെ ആദ്യത്തെ ഭരതനാട്യം അരങ്ങേറ്റമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പത്മേനെ കഴിഞ്ഞും ഈ ഒരു ദിവസം എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ്. അവൾ 5ാമത്തെ വയസ്സ് തൊട്ട് അബാദിൻ്റെ അടുത്ത് നിന്ന്, അബാദ് രാമോഹനാണ് അവളുടെ ഗുരു, അബാദിൻ്റെ അടുത്ത് നിന്ന് അവൾ പഠിച്ചു തുടങ്ങിയതാണ്. പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു കോമൺ ഡിസിഷൻ ആയിരുന്നു, നമുക്ക് പഠിക്കാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഒരു പഠനമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും കുട്ടികളാണല്ലോ, ഭയങ്കര കൺസിസ്റ്റൻസിയും എഫേർട്ടും ഒക്കെ വേണ്ട ഒരു ആർട്ടാണ് ഭരതനാട്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് കാലമായിട്ടും അടവുകളിൽ നിന്ന് കൂടെ മുന്നോട്ടേക്ക് പോകണമല്ലോ. അപ്പോൾ അവിടേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും പത്മയ്ക്ക് മടുത്തു തുടങ്ങി. പത്മയ്ക്ക് ഇത് തന്നെയാണോ പത്മയ്ക്ക് വേണ്ടതെന്നൊക്കെ ഭയങ്കര ഡൗട്ട് വന്നു. അപ്പോൾ എനിക്കും അതിനകത്ത് ഞാൻ അവളെ പുഷ് ചെയ്യണോ എന്നുള്ള ഫീല് വന്നു. അപ്പോൾ പല പോയിന്റിലും നമ്മളിത് ഇനി കണ്ടിന്യൂ ചെയ്യണോ, അതോ ഇവിടെ വെച്ച് നിർത്തണോ, അവളുടെ വേറെ എന്തെങ്കിലും വേറൊരു ആർട്ടിലേക്ക് തിരിച്ചുവിടണം, അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് അവൾ കുറേ വർഷം അതിനകത്ത് എഫേർട്ട് ഇട്ടു. അപ്പം ഞാൻ അവളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മളൊരു ബാഡ് ഡേ കാണുമ്പോൾ അല്ല നിർത്തേണ്ടത്. ഇതിൽ എന്തെങ്കിലും നമ്മളൊരു ഗുഡ് ഡേ, ഒരു സിംഗിൾ നല്ല മെമ്മറി ഉണ്ടാക്കിയിട്ട് നമുക്ക് അന്ന് സ്റ്റോപ്പ് ചെയ്യാം എന്ന് ഞാൻ പത്മയുടെ അടുത്ത് പറഞ്ഞിട്ടാണ് ഞങ്ങളിത് കണ്ടിന്യൂ ചെയ്തത്. അപ്പോൾ ഇപ്പോൾ അവൾക്ക് 12 വയസ്സായി. ഈ അടുത്ത ദിവസങ്ങളിലാണ് അവരെല്ലാവരും കൂടെ ഗ്രൂപ്പായിട്ട് പ്രാക്ടീസ് ചെയ്യാനും റിഹേഴ്സൽസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതൊക്കെ. ആ ഒരു സമയമായപ്പോഴേക്കും പത്മ കംപ്ലീറ്റ്ലി ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പണ്ട് റിഹേഴ്സൽസിനോടും അല്ല തുടങ്ങി ഇങ്ങനെ പ്രാക്ടീസിനോട് റിപ്പീറ്റ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും ചെയ്യുന്നതിനോടൊക്കെ ഭയങ്കര മടുപ്പ് പറഞ്ഞിരുന്ന കുട്ടി ഇപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരുന്നു. ഈ റിഹേഴ്സൽ ഡേയ്സിൽ നല്ല ഹെക്ടിക് ആയിരുന്നു. രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവർ പ്രാക്ടീസ്, ഓർക്കസ്ട്ര റിഹേഴ്സൽസ്. ഷീ വാസ് സോ എക്സൈറ്റഡ്. അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് ആള് ഇന്ന് പെർഫോം ചെയ്യാൻ റെഡി ആയിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി ഇന്നിപ്പോൾ രാവിലെ ഞാൻ അവളെ അവിടെ കൊണ്ട് വിട്ടിട്ട് തിരിച്ച് വീട്ടിൽ വന്നതാണ്. അപ്പോൾ വേറൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പരിപാടിയുടെ ഉദ്ഘാടകൻ ഞാനാണ്. അപ്പോൾ അതൊരു അഡീഷണൽ സന്തോഷം. അപ്പോൾ നമ്മൾ ഇന്ന് പത്മയുടെ പെർഫോമൻസ് കാണാനും ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകാണ്. സോ വി ആർ ഓൾ സെറ്റ് ഫോർ ദ അരങ്ങേറ്റം. അപ്പം സവിത വന്നിട്ടുണ്ടായിരുന്നു, സവിതയാണ് റെഡിയാക്കിയത്. ഇവിടെ വായോ കമല പോ. ഓക്കെ, അപ്പൊ സവിതയാണ് റെഡിയാക്കിയത്. അപ്പൊ നമ്മളൊരു ട്രഡീഷണൽ അറ്റയറിൽ പോവാന്ന് വിചാരിച്ചു. കമലയും കൂടെ ഇവിടെ ഉണ്ട്. പക്ഷെ കമല ഫുൾ ഒരുങ്ങി കഴിഞ്ഞിട്ടില്ല. ഞാൻ ആദ്യം ഇറങ്ങുകയാണ്. കമല റെഡി ആയിട്ട് കമലയുടെ അച്ഛൻ്റെ കൂടെ പുറകെ വരും. ഓക്കെ. കോവിഡിന്റെ സമയത്താണ് അബാദ് ഡാൻസ് സ്കൂൾ ADS എന്ന പേരിൽ ഓൺലൈനായിട്ട് പ്രവർത്തനം ആരംഭിച്ചത്. ഇന്നതിൻ്റെ 5ാമത്തെ വാർഷികം കൂടിയാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നായിട്ട് ഓൺലൈനിലൂടെ നൃത്തം അഭ്യസിച്ച 63ഓളം സ്റ്റുഡൻസാണ് ഇന്നിവിടെ ഒരുമിച്ച് പെർഫോം ചെയ്യുന്നത്. പത്മയുടെ അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ്. താങ്ക് യു സോ മച്ച് പത്മ, ഐ ലവ് യു.